ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സൈക്കോതെറാപ്പിസ്റ്റ് ഇബ്രു സിബ്രുവാണ് ഇവിടെ. പിന്നെ നമ്മൾ പലപ്പോഴും തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കുട്ടികളിലും നമ്മളുടെ മക്കളിലും ആരിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തുക്കളിലാണെങ്കിൽ പോലും തന്നെ ചെറിയൊരു മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചു തുടങ്ങണം. അവർ ചെറുതായിട്ട് നിശബ്ദത നിറഞ്ഞൊരു ലോകത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ആരോടും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നു. സാധാരണയായിട്ട് ദേഷ്യമില്ലാത്തൊരു കുട്ടിയാണ്, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്നു. പിന്നെ എന്ത് പറയുമ്പോൾ അതിനൊരു ബാക്ക് ആൻസർ, തർക്കുത്തരങ്ങൾ പറയാന്ന് പറയുന്നില്ല, അതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഭയങ്കര ഒരു വിഭ്രാന്തികൾ കാണിക്കുന്നൊക്കെ. ഇതുപോലെ തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്തെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക, അവരുടെ അടുത്തേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർക്ക്, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ കുറച്ച് സ്വാഭാവികമായിട്ട് എല്ലാവരിലേക്കും മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യതകളുണ്ട്, എല്ലാവരിലും ഉണ്ടാവും. അപ്പം അത് 1-2 ദിവസം നമ്മളത് വിട്ടുകളയോ. പക്ഷെ അതിന് കൂടുതലായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ സൈക്കോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, അവർക്ക് ലാസ്റ്റ് വന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ആദ്യമേ ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ കണ്ടു, പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പം വന്ന് കുട്ടി ആരെയും കാണുന്നതേ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ, പിന്നെ അത് മാത്രമല്ല പുറത്തുനിന്ന് ആരെയും കണ്ടാൽ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതൊരു സ്റ്റേജ് മാറി എന്നുള്ളതാണ് ആ ഒരു മാനസികാവസ്ഥയുടെ.